ഹായ് ആൻഡ് വെൽക്കം ടു ജെറിയൻ PSC. നമുക്കിന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കണക്റ്റഡ് ഫാക്ട്സും നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുന്നത്? അപ്പം അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 14, 16, 18, 20. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 16. അവസര സമത്വം ഉറപ്പാക്കുന്ന ഭരണഘടനയുടെ ഭാഗമാണ് ആർട്ടിക്കിൾ 16. അപ്പം മൗലിക അവകാശങ്ങളിൽ വരുന്നതാണ് ഈ ആർട്ടിക്കിൾസ് എല്ലാം. അതിൽ മൗലികാവകാശം എന്ന് പറയുന്നത് ഭരണഘടനയിലെ 3-ാം ഭാഗവും 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലികാവകാശം. നമുക്ക് ഓരോ ഓപ്ഷൻസിൻ്റെയും ആർട്ടിക്കിൾസ് എന്താ പറയുന്നത് നോക്കാം. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്, അതാണ് ആർട്ടിക്കിൾ 14. 16 നമുക്കറിയാം, പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പാക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത് എന്താ? പദവി നാമങ്ങൾ, ടൈറ്റിൽസ്, അക്കാഡമിക്കും മിലിറ്ററി ഒഴികെ ബാക്കി എല്ലാ ടൈറ്റിൽസും നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ 18, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ഇനി ആർട്ടിക്കിൾ 20 പറയുന്നത് എന്താ? കുറ്റാരോപിതനായ വ്യക്തിക്ക് ഏകപക്ഷീയവും അമിതവുമായ ശിക്ഷയിൽ നിന്ന് സംരക്ഷണം. ഒരു അക്യൂസ്ഡ് അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതനായ വ്യക്തിക്ക് കൊടുക്കുന്ന സംരക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. അപ്പം ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഓരോ ആർട്ടിക്കിൾസും നോക്കാം. അടുത്തത്, രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനയുടെ ഭാഗം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഓപ്ഷൻസ് ഏതൊക്കെയാ? പൗരത്വം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശ തത്വങ്ങൾ, ഇവയൊന്നുമല്ല. ഏതായിരിക്കും ആൻസർ? ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങളിലാണ്. അപ്പം നിർദ്ദേശ തത്വം എന്ന് പറയുന്നത് ഭരണഘടനയുടെ 4th പാർട്ട് 4-ാം ഭാഗത്തിൽ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് DPSP അല്ലെങ്കിൽ നിർദ്ദേശ തത്വങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിർദ്ദേശ തത്വങ്ങൾ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 പ്രിൻസിപ്പിൾസ് ആണ് അതിൽ വരുന്നത്. ഒന്ന് സോഷ്യലിസ്റ്റ്, ഗാന്ധിയൻ, ലിബറൽ. ഈ 3 പ്രിൻസിപ്പിൾസ് ഉൾക്കൊള്ളുന്നത് നിർദ്ദേശ തത്വങ്ങളിലാണ്. അപ്പം ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുന്നതും നിർദ്ദേശ തത്വങ്ങൾ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളതെന്നാണ്. എത്ര തവണയാ? ഒരൊറ്റ തവണ, ഒരേ ഒരു തവണയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഈ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. അതേതാണ്? 42-ാം ഭരണഘടന ഭേദഗതി. 1976 42-ാം ഭരണഘടന ഭേദഗതി പ്രകാരമാണ് ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഈ 42-ാം ഭരണഘടന ഭേദഗതിയാണ്. ഭേദഗതി വരുത്തിയപ്പം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത 3 വാക്കുകളുണ്ട്. ഏതൊക്കെയാണ് 3 വാക്കുകൾ? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി, ഈ 3 വാക്കുകളാണ് ഭേദഗതി നടത്തിയപ്പം ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. 42-ാം ഭരണഘടന ഭേദഗതി സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി. പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടന നിർമ്മാണ സമിതി രൂപീകരിച്ചത്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടന നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. ഭരണഘടന നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് 1947 ഓഗസ്റ്റ് 15-നാണ്. ഓക്കെ, അപ്പം ഇതിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്? അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടന നിർമ്മാണ സമിതി രൂപീകരിച്ചത്. ശരിയാണോ? അത് ശരിയാണ്. നിർമ്മാണ സമിതി രൂപീകരിച്ചത് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചാണ്. രണ്ടാമത്തെ, അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടന നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സംഘടിപ്പിച്ചപ്പോൾ അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി തന്നെയാണ് ഭരണഘടന നിർമ്മാണ സമിതി സംഘടിപ്പിച്ചത്. അടുത്തത്, ഭരണഘടന നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് 1947 ഓഗസ്റ്റ് 15-നാണ്. അത് തെറ്റാണ്. 1947 ഓഗസ്റ്റ് 15-നല്ല ഭരണഘടന നിർമ്മാണ സമിതി ആദ്യ യോഗം ചേർന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? 1ഉം 2ഉം ശരി, 3 തെറ്റാണ്. അപ്പം
എന്നാണ് 1946 ഡിസംബർ 6 ഭരണഘടനാ സമിതി നിലവിൽ വരികയും ഡിസംബർ 9 ആദ്യത്തെ യോഗം ചേർന്നത്. അപ്പം ഭരണഘടനാ നിർമ്മാണ സമിതി നിലവിൽ വന്നത് 1946 ഡിസംബർ 6 ആദ്യ യോഗം ചേർന്നത് ഡിസംബർ 9 പിന്നീട് ഭരണഘടന അംഗീകാരം നൽകിയത്, ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസമാണ് 1949 നവംബർ 26. ഭരണഘടന നിലവിൽ വന്നത് എന്നാ 1950 ജനുവരി 26. ഈ 4 ഡേറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തേത് ഭരണഘടന നിർമ്മാണ സമിതി നിലവിൽ വന്ന ദിവസം 1946 ഡിസംബർ 6. ആദ്യ യോഗം നടന്നത് ഡിസംബർ 9. പിന്നീട് അംഗീകാരം നൽകിയത്, ഭരണഘടന നിർമ്മാണ സമിതി ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം 1946 നവംബർ 26. പിന്നീട് ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അടുത്തത്, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നത്? ഏതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? 29, 30. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പം നമുക്ക് ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ വരുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാലിറ്റി വരുന്നത് 14 മുതൽ 18 വരെ. ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെയുള്ള ആർട്ടിക്കിൾസിൽ വരുന്നതാണ് സമത്വത്തിനുള്ള അവകാശം. അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെ. റൈറ്റ് ടു ഫ്രീഡം, സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ. പിന്നീട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വരുന്നത് 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരായ അവകാശം, ആർട്ടിക്കിൾ 23, 24. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായ അവകാശം 23, 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വരുന്നത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. ഫ്രീഡം ഓഫ് റിലീജിയൻ. അടുത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, അത് ആർട്ടിക്കിൾ 29, 30. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം, നമ്മുടെ BR അംബേദ്കർ നമ്മുടെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവെന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 32, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഇതൊക്കെയാണ് മൗലിക അവകാശങ്ങളിൽ വരുന്നത്. നമ്മൾ ഇന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും ആണ് കണ്ടത്. ഇതുപോലെ LDC സിലബസിലുള്ള എല്ലാ ടോപ്പിക്സും കംപ്ലീറ്റ് കോഴ്സായിട്ട് നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ആസ് വെൽ ആസ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും. അത് കൂടാണ്ട് നിങ്ങളുടെ കൺവീനിയൻസിന് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാനും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് മെൻറ്റേഴ്സും അവൈലബിൾ ആണ്. ഇപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതുപോലുള്ള ക്ലാസ്സസും അപ്ഡേറ്റ്സും ലഭിക്കാനായിട്ട് JLearn PSC ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.